അമേരിക്കയെ നേരിടാൻ പുതിയ തന്ത്രവുമായി ഇറാൻ. അമേരിക്കയെ വിറപ്പിക്കാൻ തന്നെയാണ് മുജ്തബ ഖമേനിയുടെ ഈ മാസ്റ്റർ പ്ലാൻ. ഇറാൻ ഇന്ന് കടന്നുപോകുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര സൈനിക പ്രതിസന്ധികളിലൂടെയാണ്. പതിറ്റാണ്ടുകളോളം ഇറാന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ അച്ചുതണ്ടായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ലോകത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന അതിശക്തമായ മിസൈൽ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ വലിയൊരു അധികാര ശൂന്യത സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുമുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇറാൻ. ഇതിന്റെ ഭാഗമായി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തിരുന്നു. ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയിൽ മുജ്തബയുടെ ജീവൻ സംരക്ഷിക്കാനും ഇറാന്റെ ആഭ്യന്തര ഭദ്രത ഉറപ്പുവരുത്താനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളതും മാരകവുമായ നോപ്പോ എന്ന കമാൻഡോ സേനയാണ്. നോപ്പോ എന്നാൽ പേർഷ്യൻ ഭാഷയിൽ നെരു എ വിഴേ എ പസ്ദാരൻ ഇ വെലായത്ത് എന്നാണ്. പരമോന്നത നേതാവിന്റെയും ഇസ്ലാമിക വിപ്ലവത്തിന്റെയും കാവൽക്കാർ എന്നാണ് ഇതിനർത്ഥം. 1991 സ്ഥാപിതമായ ഈ സേന തലമുടി മുതൽ കാൽ വരെ കറുത്ത വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ലോകമെമ്പാടും ബ്ലാക്ക് ക്ലാഡ് ഫോഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഷെൽട്ടർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിനേക്കാൾ പല മടങ്ങ് കഠിനമായ പരിശീലനം ലഭിച്ചവരാണ് ഈ നോപ്പോ അംഗങ്ങൾ. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാര സംഘടനകൾ ഇറാന്റെ സുരക്ഷാ വലയങ്ങളിൽ വിള്ളലുണ്ടാക്കിയെന്ന വ്യക്തമായ സാഹചര്യത്തിൽ തന്റെ സുരക്ഷയ്ക്കായി മുജ്തബ ഖമേനി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഈ കറുത്ത വസ്ത്രധാരികളായ യോദ്ധാക്കളെയാണ്. ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ മുജ്തബ ഖമേനി നിലവിൽ ഒരു രഹസ്യ ബങ്കറിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതിനാൽ ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നോപ്പോയുടെ 6 ബ്രിഗേഡുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദൃശ്യമായ പ്രതിരോധ മതിൽ തീർത്തിരിക്കുകയാണ്. ഇതിൽ 4 ബ്രിഗേഡുകളും തലസ്ഥാനമായ ടെഹ്റാനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെറും ഒരു അംഗരക്ഷക സേന എന്നതിലുപരി ആധുനിക സാങ്കേതിക വിദ്യയിലും സൈബർ സുരക്ഷയിലും ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ശത്രുക്കളുടെ ഡ്രോൺ നീക്കങ്ങളെയും സിഗ്നലുകളെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഉപകരണങ്ങളുമായാണ് ഇവർ മുജ്തബയ്ക്ക് കാവൽ നിൽക്കുന്നത്. ഇറാന് അകത്തും പുറത്തും വലിയ ഭീഷണികളാണ് മുജ്തബ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളും ഇസ്രയേലിന്റെ മൊസാദും ലക്ഷ്യം വെക്കുമ്പോൾ അകത്ത് പ്രതിഷേധക്കാരെ നേരിടുക എന്നതും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന എവിൻ ജയിലിന് ചുറ്റും ഇവരുടെ സാന്നിധ്യം ശക്തമാണെന്നാണ് റിപ്പോർട്ടുകൾ. ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക എന്ന തന്ത്രം കൂടിയാണ് ഇവിടെ നോപ്പോ പയറ്റുന്നത്. ഇവരുടെ കടുത്ത നടപടികൾ കാരണം 2021 അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് നോപ്പോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇറാന്റെ നിലവിലെ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഏക പ്രതീക്ഷ ഈ സേനയിലാണ്. അലി ഖമേനിയുടെ അന്ത്യത്തിൽ പകരം വീട്ടുമെന്നും അമേരിക്കൻ സാമ്രാജ്യത്തിന് തക്കതായ മറുപടി നൽകുമെന്നുമാണ് മുജ്തബ ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാൻ തേടുന്നുണ്ട്. ചൈനീസ് ചാരക്കണ്ണുകൾ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ നോപ്പോ സേനയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെ സൈനിക കരുത്തിനോട് പോരാടാൻ നോപ്പോയുടെ ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഇറാന് കരുത്തു പകരുന്നുണ്ട്. യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന മിഡിൽ ഈസ്റ്റിൽ മുജ്തബ ഖമേനിയുടെ സുരക്ഷയും നോപ്പോയുടെ പ്രതിരോധവും വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇറാന്റെ ഓരോ ചലനവും ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. മാത്രമല്ല, ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ മുജ്തബ ഖമേനിയും അദ്ദേഹത്തിന്റെ നിഴൽ സൈന്യമായ നോപ്പോയും നടത്തുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ തന്നെ ചരിത്രത്തിലെ തന്നെ
ഏറ്റവും വലിയ പോരാട്ടമായി ഇപ്പോൾ മാറുകയാണ്. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക ചാരക്കണ്ണുകളെയും മിസൈൽ സാങ്കേതിക വിദ്യകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ജനതയുടെ ആത്മവീര്യത്തെയും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെയും സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ കറുത്ത വസ്ത്രധാരികൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. പുറത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ ആഭ്യന്തരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള വിള്ളലുകളെയും അവർ അതിശക്തമായി പ്രതിരോധിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തന്ത്രങ്ങളെ തകർക്കാൻ റഷ്യയുടെയും ചൈനയുടെയും രഹസ്യ പിന്തുണയോടെ ഇറാൻ കെട്ടിപ്പടുക്കുന്ന ഈ പ്രതിരോധ കോട്ട തകർക്കുക എന്നത് വൻ ശക്തികൾക്ക് പോലും അത്ര എളുപ്പമാകില്ല. വരും ദിവസങ്ങളിൽ ടെഹ്റാനിലെ ബങ്കറുകളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ തീരുമാനവും ലോകക്രമത്തെയും ആഗോള രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ നോപ്പോ എന്ന ഈ അദൃശ്യ മതിലായിരിക്കും ഇറാന്റെ ഭാവി നിശ്ചയിക്കുന്നത്.